ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇത് ഞായറാഴ്ച വ്ളോഗാണ്. ഞായറാഴ്ച എന്ന് കേട്ടാൽ ഒരു വ്ളോഗ് എടുത്തില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അപ്പോൾ ഇന്ന് രാവിലെ സമയം 5:20 5 മണിയായപ്പോൾ എഴുന്നേറ്റ് എൻ്റെ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. എന്താണ് വിശേഷകര ഒരു കല്യാണമുണ്ട്. അപ്പോൾ കല്യാണത്തിന് പോകണം. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ചെറിയ രീതിയിൽ, അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ഒരു വ്ളോഗ് പ്രതീക്ഷിക്കണമെന്നൊന്നും അറിയത്തില്ല, എങ്കിലും ചെറിയ രീതിയിലൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കല്യാണത്തിന് രാവിലെ പോകണം, പിന്നെ ബാക്കി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ രാവിലെ ഞാൻ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. കാര്യം രാവിലെ 7 മണിയാകുമ്പോൾ കല്യാണത്തിന് അവിടെ ചെല്ലണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അവർ പോകുമെന്നാണ് പറഞ്ഞേക്കുന്നത്. 7 മണിയാകുമ്പോൾ പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ 2 അപ്പത്തിനുള്ള മാവ് ഇരിപ്പുണ്ട്. അപ്പം ഞാനും ഉണ്ണിക്കുട്ടനെ പോകുന്നുള്ളൂ. വിച്ചു വരുന്നില്ല. കാര്യം വിച്ചുവിന് അവിടം വരെ വന്നു കഴിഞ്ഞാൽ അവന് ഛർദ്ദിക്കും. അത് കാരണം അവൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 2 പോകുന്നത്. അപ്പോൾ വിച്ചുവിനെ എൻ്റെ വീട്ടിലാക്കിയിട്ട് പോകാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലെ അപ്പവും ഇച്ചിരി കിഴങ്ങറി ഇരിപ്പുണ്ട്. ഇപ്പോൾ ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് റെഡിയാക്കി സെറ്റാക്കിയിട്ട് നമുക്ക് പോയിട്ട് വരാം. ഒരുവിധം പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞായറാഴ്ചത്തെ വ്ളോഗാണ്. നമ്മൾ ഞായറാഴ്ച ഇന്ന് രാവിലെ തന്നെ ഒരു കല്യാണമുണ്ട്. ഏകദേശം 7 മണി 7:30 വണ്ടി വിടും. അപ്പം നമുക്ക് പോകേണ്ടുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം ഉണ്ടല്ലോ, അപ്പോൾ അവിടത്തേക്കാണ് കല്യാണം പോകേണ്ടുന്നത്. അപ്പോൾ അത്രയും ദൂരം ഉണ്ടായതിൻ്റെ തന്നെ നേരത്തെ പോകണം. അപ്പം ഞാനിന്ന് ഈ സാരി ഉടുത്താണ് പോകുന്നത്. അപ്പോൾ രാവിലെ ഞാൻ അപ്പവും കിഴങ്ങറി ആക്കി വെച്ചെങ്കിലും കഴിച്ചില്ല. ഞങ്ങൾ അതേപോലെ അടച്ചു വെച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. ഈ 6:30 സമയത്തൊക്കെ എങ്ങനെ കഴിക്കും? അതുകൊണ്ട് അതേപോലെ തന്നെ അടച്ചു വെച്ചിട്ട് ഞാൻ പിന്നെ പോയി റെഡിയായി. സാരി ഉടുത്തെങ്കിലും സാരിയുടെ മേളത്തെ പ്ലീറ്റിൽ പിന്നൊന്നും ഞാൻ കുത്തിയില്ല. ഭയങ്കര പാടായിരുന്നു കുത്തുക. അതുകൊണ്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് ചേച്ചിയെ കൊണ്ട് കുത്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നേരെ റെഡിയായി വീട്ടിൽ വന്നപ്പോൾ ചേച്ചി ഇവിടെ റെഡിയാകുന്നുണ്ട്. പിന്നെ പൂവ് ഇരിപ്പുണ്ടായിരുന്നു. പൂവും ഇവിടെ വെച്ച് തന്നെ ചേച്ചി കുത്തി തന്നെ. അതിനുശേഷം ഞങ്ങൾ റെഡിയായി നേരെ മേളിൽ ബസ് കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ടൂറിസ്റ്റ് ബസ്സിൽ കയറിയിരിക്കണമല്ലോ. അപ്പോൾ നേരെ ടൂറിസ്റ്റ് ബസ്സിലേക്ക് പോവുകയാണ്. അപ്പം ഞാനും ചേച്ചിയും അതേപോലെ ഉണ്ണിക്കുട്ടനും അതിൽ ഫ്രണ്ടിൽ ബാക്കിയുള്ളവരെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ നടന്ന് നേരെ ബസ്സിൽ വന്നപ്പോൾ അവിടെ ഞങ്ങൾ കയറിയ ബസ്സിൽ അതിനു വേണ്ടി ആൾ കയറിയിട്ടില്ലായിരുന്നു. കുറച്ച് പേരേ ഉള്ളായിരുന്നു. കാര്യം നമ്മുടെ ഏറ്റവും അടുത്ത കുറച്ച് പേര് മാത്രമേ ഉള്ളായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ എല്ലാം കയറി എല്ലാവരുമായിട്ട് വീഡിയോസൊക്കെ എടുത്ത് ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഇങ്ങനെ നമ്മുടെ ഫാമിലി ആയിട്ടുള്ള ഒരു കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ആരുമായിട്ടുള്ള ഒരു വീഡിയോസോ കാര്യങ്ങളോ എടുക്കാനുള്ളൊരവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. തോനെയില്ലായിരുന്നെങ്കിലും കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. അവരും എല്ലാവരുമായിട്ട് നിന്ന് ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ ടൂറിസ്റ്റ് ബസ്സിൽ അടിച്ച് പൊളിച്ച് അങ്ങോട്ട് പോയപ്പോൾ അനങ്ങിയില്ല കേട്ടോ. ഞങ്ങൾ അനങ്ങാതിരുന്നു. അപ്പോൾ ടൂറിസ്റ്റ് ബസ്സിൽ അടിച്ച് പൊളിച്ച് നല്ല അടിപൊളി സ്ഥലമായിരുന്നു. എനിക്കിത് ആലപ്പുഴ ഭാഗത്തും കണ്ടല്ലേ ഈ അമ്പലപ്പുഴ ക്ഷേത്രം എന്ന് പറയുന്നത് തോന്നുന്നു. അപ്പം നല്ല ദൂരം ഉണ്ടായിരുന്നു. 2 മണിക്കൂറോളം ഞങ്ങളിങ്ങനെ ബസ്സിൽ ഇരുന്ന് പോയി. അതേപോലെ നല്ല തിരക്കുണ്ട്, നല്ല രീതിയിൽ ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അടിപൊളി സ്ഥലമായിരുന്നു കാണാൻ. വണ്ടിയിലിരുന്നെങ്കിലും ബോറടിക്കില്ല. കാര്യം പോകുന്ന വഴിക്കെല്ലാം വയലല്ലേ. ആലപ്പുഴ സൈഡ് എന്ന് പറയുമ്പോൾ മൊത്തം വയലും വെള്ളമൊക്കെ തന്നെ അല്ലേ. അപ്പം നല്ല അടിപൊളി വ്യൂ ആയിരുന്നു മൊത്തം. കാര്യം മൊത്തം വയലല്ലേ. അപ്പം അതുകൊണ്ട് വെള്ളവും എല്ലാം ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് സൈഡിലിരുന്ന് കാണാവുന്ന രീതിയിലുള്ള നല്ല അടിപൊളി വ്യൂ ആയിരുന്നു എല്ലാം. അതുപോലെ എന്തെല്ലാം തരത്തിലുള്ള ഏതെല്ലാം മോഡേൺ വീടുകളാണെന്നറിയോ കണ്ടത്. പണ്ടത്തെ ഫാഷനിൽ നല്ല തറവാട് വീടുകൾ, ഇഷ്ടം പോലെ തറവാട് വീടുകൾ, അവരുടെ ഫ്രണ്ടിലത്തെ ഗേറ്റ് സഹിതം പണ്ടത്തെ ആ തറവാടിൻ്റെ ആ ഒരു മഹിമയൊക്കെ വെച്ച് ആ രീതിയിലുള്ള നല്ല അടിപൊളി വീടുകളായിരുന്നു. ഈ വീടുകൾ ഞാൻ പിന്നെ ഒരു ഭാഗത്തുനിന്ന് നമ്മുടെ വീടെന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ നേരെ ഇത് അപ്പുറത്തെ സൈഡും കയറാം, ഇപ്പുറത്തെ സൈഡും കയറാം, എല്ലാ 4 സൈഡിൽ നിന്നും കയറാവുന്ന രീതിയിൽ ഫുൾ അങ്ങ് വീട്. ആ ഒരു മതിലിന് ചുറ്റും ആ ഒരു മതിലിന് നടുക്കായിട്ട് ഫുള്ള് കവർ ചെയ്താണ് വീടിരിക്കുന്നത്. നല്ല ഭംഗിയാണ് ആ വീടുകളെല്ലാം കാണാൻ. അപ്പോൾ എന്തായാലും ഏകദേശം ഒരു 9:30-10 മണി ആവാറായെന്ന് തോന്നുന്നു ഞങ്ങളിവിടെ അമ്പലത്തിലേക്ക് വന്നപ്പോൾ. അപ്പോൾ അമ്പലത്തിൽ വന്നു. നമ്മുടെ
അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം. നമ്മുടെ അമ്പലപ്പുഴ നല്ല അടിപൊളി പായസം കിട്ടുന്ന സ്ഥലം. ഇപ്പോൾ പായസം ഞങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല, കാരണം പായസം 1 മണി കഴിയും എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മൾ തിരിച്ചു വരും, അവിടുന്ന് അമ്പലത്തിൽ നിന്ന് തിരിച്ചു. അപ്പോൾ അവിടെ വന്നു, അവിടെ നിന്ന് കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു. കാര്യം പെണ്ണിൻ്റെ വീട്ടുകാർ അവിടെ ഏകദേശം ഇനിയൊന്ന് 5 or 6 കല്യാണങ്ങളുണ്ടായിരുന്നു. നമുക്കിനി കല്യാണം കണ്ടിട്ട് വരാം. അപ്പോൾ അങ്ങനെ കലേഷിൻ്റെ കല്യാണവും കഴിഞ്ഞു. അതിനുശേഷം അവിടെ താലികെട്ട് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിരുന്നു. പിന്നെ ഒരു ഓഡിറ്റോറിയത്തിലേക്കാണ് ബാക്കി കാര്യങ്ങളെല്ലാം. അപ്പോൾ ഓഡിറ്റോറിയത്തിലേക്ക് നമുക്കിനി പോകണം. അപ്പം വധുവും വരനും വരുന്ന സമയത്ത് നമുക്കും കൂടി പോകണം. നല്ല തിരക്കുണ്ടായിരുന്നു, ഏകദേശം ഒരു 4-5 കല്യാണം ഉണ്ടായിരുന്നു അന്നേരം തന്നെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഓഡിറ്റോറിയത്തിലോട്ട് പോകണമല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നമ്മുടെ കൂടെ വന്ന എല്ലാവരെയും നമ്മൾ ഒരുമിച്ചാക്കി എടുത്തിട്ടല്ലേ പോകാൻ നോക്കും. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് അപ്പോൾ എല്ലാവരും എത്തിയതിന് ശേഷം നേരെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് ചെന്നു. പിന്നെ ബാക്കി പരിപാടികളെല്ലാം ഓഡിറ്റോറിയത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ ഓഡിറ്റോറിയത്തിൽ എല്ലാ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞാലല്ലേ നമുക്ക് ഫുഡിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ആദ്യം താലികെട്ട് മാത്രമേ നടത്തിയുള്ളൂ. അതിനുശേഷമുള്ള മാലയിടിയിലും അതിനുശേഷം നമ്മൾ സ്വർണ്ണമാല ഇടുമല്ലോ, അതൊക്കെ അവിടെ ചെന്നിട്ടാണ് നടത്തുന്നത്. അപ്പോൾ താലികെട്ട് മാത്രമേ നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നടത്തുള്ളൂ. ഈ അമ്പലത്തിനകത്ത് തന്നെയാണ് ഓഡിറ്റോറിയം. അപ്പോൾ നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് കൃഷ്ണനും തോഴിമാരും എല്ലാം നിൽപ്പുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാമോ എന്നൊന്നും എനിക്കറിയത്തില്ല, എങ്കിലും നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ വധുവിനെ ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുവരുന്ന രംഗമാണിത്. അപ്പം നല്ല ഗംഭീരമായിട്ട് തന്നെ, ഡാൻസോ പാട്ടോ അങ്ങനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നല്ല ഗംഭീരമായിട്ട് തന്നെ വധുവിനെ സ്റ്റേജിലേക്ക് കയറ്റി അതിനുശേഷം വരൻ വന്നു. അങ്ങനെ പിന്നെ അവിടെ കല്യാണം മാലയിടിയിലും അതേപോലെ കന്യാദാനം അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ അതെല്ലാം ചെയ്യണമല്ലോ. അപ്പോൾ അതെല്ലാം നടത്താനായിട്ട് നേരെ ഓഡിറ്റോറിയത്തിലേക്ക് കയറുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ വരനെയും വധുവിനെയും ഓഡിറ്റോറിയത്തിനകത്ത് സ്റ്റേജിലേക്ക് കയറ്റി ഇനി അവിടെ വെച്ച് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളുമൊക്കെ നടത്തി. അതിനുശേഷം പിന്നെ നമ്മുടെ മാല പെണ്ണിൻ്റെ അമ്മ വന്ന് പെണ്ണിൻ്റെ അച്ഛൻ വന്ന് കൈ പിടിച്ചു കൊടുക്കും. അതിനുശേഷം അതെല്ലാവർക്കും പൊതുവെ അറിയാമായിരിക്കുമല്ലോ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളില്ലല്ലോ. അപ്പോൾ അങ്ങനെ കൈ പിടിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ അവർ മാല ഇടുന്നു. ആ പരിപാടികളൊക്കെ തന്നെ ഉള്ളായിരുന്നു. നമ്മൾ താലി കിട്ടിയ സമയത്ത് തുളസിയുടെ മാല ഇട്ടിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിരുന്നു. അതിനുശേഷം പിന്നെ ഇവിടെ വന്നാണ് പിന്നെ നമ്മുടെ റോസാപ്പൂവൊക്കെ വെച്ച് മാല ഇടുന്നത്. അപ്പോൾ അങ്ങനെ മാലയിടിയിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമുക്ക് ആഹാരം കഴിക്കാനായിട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ കുറച്ച് നേരത്തെ പരിപാടികളുണ്ടായിരുന്നു കേട്ടോ. ഇച്ചിരി നേരം നമ്മൾ ഈ ഓഡിറ്റോറിയത്തിൽ അവർ മാലയിടുന്നവരെ ഇരിക്കേണ്ടതുണ്ടായതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ഇരുന്നു. ഞാൻ എന്തൊക്കെ പറയുന്നതെന്ന് പോലും എനിക്കൊരു ബോധമില്ല, കാര്യം എന്തുകൊണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട്, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ചെറുക്കൻ്റെ അമ്മ അല്ല സോറി എല്ലാം തലതിരിഞ്ഞ് പോകുകയാണല്ലോ ഈശ്വര. ചെറുക്കൻ്റെ അച്ഛൻ മാല ചെറുക്കനെ കൊടുത്തു. പിന്നീട് അവിടെ മാലയിടയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫുഡിന് പോയത്. അപ്പോൾ മാലയിടയിലെല്ലാം കഴിഞ്ഞു. ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് വിളിച്ചു, നമ്മൾ പോയില്ല. കാര്യം പറ്റി നമ്മൾ അമ്പലം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമല്ലോ. നമ്മൾ അങ്ങനെയൊന്നും നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നില്ല, അങ്ങനെ പോവാറില്ലല്ലോ. അപ്പം ഇങ്ങനൊരു അവസരം വരുമ്പോൾ നമ്മളെല്ലാം ഒക്കെ ഒന്ന് കവർ ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ എല്ലാം ഒന്ന് നിരങ്ങാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അവിടുത്തെ ഓഡിറ്റോറിയത്തിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നേരെ സദ്യയിലേക്ക്. സദ്യ എന്ന് പറയുന്നത് സ്പെഷ്യലായിട്ടൊന്നുമില്ല, നമ്മുടെ അതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് കൊല്ലക്കാർക്ക് എന്ന് പറയുന്നത് പായസം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണല്ലോ പുളിശ്ശേരി വരുന്നത്. ഇത് പുളിശ്ശേരി വന്നതിന് ശേഷമാണ് പായസമൊക്കെ, ആ ഒരു ഇതേ ഉള്ളൂ. പിന്നെ അവിടെ എല്ലാം ഒന്ന് നിരങ്ങി. കുറച്ച് കമ്മലുകളും സാധനങ്ങളുമൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങൾ ഒരു സൈഡ് ഫുള്ളായിട്ട് വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ സാധനങ്ങൾ. അപ്പം നമുക്ക് അവിടെ എന്ത് വേണമെങ്കിലും മേടിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യാം. ആ രീതിയിൽ ഇഷ്ടംപോലെ ഉണ്ടായതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അവിടെ. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു. എങ്കിലും അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഞുഴഞ്ഞൊക്കെ കയറി ഞാനൊരു കമ്മലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ എല്ലാം നോക്കിയെടുക്കാം. അപ്പോൾ അവിടെ നിന്നെല്ലാം ഒന്ന് തിരഞ്ഞ് പറക്കി കമ്മലൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പക്ഷെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാനൊന്നും ഇതിലിടുന്നില്ല കേട്ടോ. എന്താ എനിക്ക് മിസ്റ്റേക്ക് പറ്റിയെന്ന് പറയാം. കല്യാണത്തിന് ഇത് എൻ്റെ കല്യാണ സാരിയാണ്. എൻ്റെ കല്യാണത്തിന് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് തരുന്ന കല്യാണ സാരിയാണിത്. അപ്പോൾ ഈ സാരിക്ക് ഈ ബ്ലൗസ് എന്ന് പറയുന്നത് ഹാഫ് കൈയാണ്. എനിക്ക് പക്ഷേ എന്തോ ഹാഫ് കൈ ഇടുമ്പോൾ നമ്മൾ മറ്റേ സ്ലീവ് ബ്ലൗസ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഹാഫ് കൈ ഇടുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ, എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങോട്ട് വീഡിയോസ് എടുത്തതൊന്നും ഇഷ്ടപ്പെട്ടില്ല. കാര്യം എനിക്കങ്ങ് ഭയങ്കര വണ്ണം പോലെ ഈ സാരിയൊക്കെ ഉടുത്ത് വന്നപ്പോൾ എന്തോ വണ്ണം പോലൊക്കെ തോന്നി. അത് കാരണം ഞാൻ അത് കാരണം ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല. പറ അമ്മ എനിക്ക് വണ്ടി വെച്ച വരാന്ന് പറഞ്ഞിട്ട് വെച്ചില്ല. ഈ അമ്പലപ്പുഴ അമ്പലത്തിൽ ചെന്ന അവിടെ ഒരു കടയിൽ ഒത്തിരി കാറുകളിരുന്നു, കൊച്ചു കൊച്ചു കാറുകൾ. 160 രൂപ 150 രൂപ റേഞ്ച്. നമ്മുടെ ഇവിടെ 20 രൂപ കൊടുക്കാമെങ്കിൽ ആ കാറുകൾ കിട്ടും. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ 160 രൂപ 150 രൂപ കാറ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് ഇവിടുന്ന് മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്നിട്ട് പറയാ ഈ കള്ളി എന്നോട് കാറ് മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് മേടിച്ചു തന്നില്ല എന്നുള്ള പരാതിയാണ്. എത്ര കാറുണ്ടോടാ ഇവിടെ? ഉണ്ടല്ലോ, കളിക്കാൻ അത്യാവശ്യം കാറില്ലേ, അത് മതി. പരാതികളും പരിഭവങ്ങളും എല്ലാം കേട്ടതിന് ശേഷം നമ്മൾ നേരെ വീടൊന്ന് അടിച്ച് തൂത്തിടാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഒന്ന് വൃത്തിയാക്കാൻ ഞാൻ തുടച്ചില്ല കേട്ടോ, ഞാൻ തൂക്കുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ എല്ലാം ഒന്ന് തൂത്തതിന് ശേഷം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരെ പോയി അടുക്കളയിലാണ് കേട്ടോ. അടുക്കളയിൽ പോയി കുറച്ച് ഉള്ളിക്കറി വെച്ചു. നമ്മൾ രാവിലെ ഒന്നും വെക്കാതാണല്ലോ പോയത്. അപ്പം ഞാൻ നേരെ പോയി കുറച്ച് ഉള്ളിക്കറി വെച്ചു. അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഉള്ളിക്കറി റെഡി ആയിട്ടുണ്ട്. ഹലോ, എൻ്റെ കുളിയെല്ലാം ഒന്ന് കഴിഞ്ഞു, വിളക്ക് കത്തിച്ചു, ഉള്ളിക്കറി വെച്ചു. ചപ്പാത്തിക്ക് ഞാൻ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഈ 2 ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കാമല്ലോ, അതിനിപ്പോൾ ഒന്നും ചെയ്യാൻ എനിക്ക് വയ്യ. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് കാണാം. ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ. പിന്നെ ഞങ്ങൾ വൈകിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് പടക്കമൊക്കെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ ഇതെനിക്ക് കത്തിക്കാൻ പേടിയായതുകൊണ്ട് അച്ഛനെ വിളിച്ചു വരുത്തി ഇതൊന്ന് കത്തിക്കുകയാണ് ഞാൻ ചെയ്തത് കേട്ടോ. എനിക്കത് ഭയങ്കര പേടിയായി പടക്കമൊക്കെ കത്തിക്കുക. അപ്പോൾ അത് കാരണം അച്ഛനെ വിളിച്ചു വരുത്തി ഞാൻ പിന്നെ ഇതെല്ലാം പൊട്ടിച്ച് കുറച്ച് എനിക്ക് ആവാത്ത രീതി ഞാൻ എല്ലാം ഒന്നും പൊട്ടിച്ചിട്ടില്ല. ഞാനിങ്ങനെ ഏകദേശം 2 എണ്ണമൊക്കെ ഉള്ളത് ഞാൻ അച്ഛനെ കൊണ്ടങ്ങ് കത്തിച്ച്, എനിക്ക് പേടിയായതുകൊണ്ട് തന്നെ അങ്ങനെ കത്തിച്ച്. അതിനുശേഷം നേരെ ഞാൻ പോയി ചപ്പാത്തി അങ്ങ് ചുട്ടു. അപ്പോഴത്തെ അച്ഛൻ പടക്കം പൊട്ടിച്ചിട്ട് അച്ഛനങ്ങ് പോയി.
പിന്നെ ഞാൻ ചപ്പാത്തിയൊക്കെ ചുട്ട് അങ്ങനെ ചപ്പാത്തിയെല്ലാം ചുട്ടെടുത്തിട്ട് നമ്മൾ നേരെ കഴിക്കാനിരിക്കുകയാണ് ചെയ്തത്. ഇത് രാവിലെ ചോറ് വെക്കാഞ്ഞത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഞാൻ ഇത്രയും പാടുപെടുത്തില്ലായിരുന്നു. രാവിലെ നമുക്ക് ഈ എവിടെയെങ്കിലും പോകുമ്പോൾ രാവിലെ എല്ലാ ജോലിയും തീർത്തിട്ട് പോകാമെങ്കിൽ ഒരു തിരിച്ചു വരുമ്പോൾ സമാധാനവുമാണ്, അതേപോലെ നമുക്ക് റെസ്റ്റ് എടുക്കാനും പറ്റും. പക്ഷേ ഇത് രാവിലെ ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വന്നിട്ട് ചെയ്യുന്ന കാര്യം നിങ്ങൾക്കൊക്കെ അങ്ങനെയാണോ? എനിക്ക് അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയൊക്കെ റെഡിയായി. നമുക്കിനി ചപ്പാത്തി കഴിക്കാം. അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി ചായയും കൂടി ഇട്ട്, നല്ല തലവേദന ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പിന്നെ ഇച്ചിരി ചായയും കൂടി ഇട്ട് ഞങ്ങൾ 2 പേരും കൂടി ഇതിന് കഴിച്ചു. ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ചപ്പാത്തി കഴിച്ചു. എനിക്ക് തീരെ വയ്യാത്തത് കൊണ്ട് പാത്രം കഴുകുന്ന ആരെന്ന് ഞാൻ കാണിച്ചു തരാം. കഴിക്കും. അപ്പോൾ എനിക്ക് വയ്യാന്ന് പറഞ്ഞ കാരണം പാത്രമെല്ലാം ഞാൻ കഴുകി വെച്ചോളാം, അമ്മ പോയി കിടന്നോന്നും പറഞ്ഞ് അവൻ കഴിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.